ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നൊരു കുഞ്ഞ് വൈകുന്നേരമാണ്. വൈകുന്നേരം നല്ല രാത്രിയാണ്. നമ്മുടെ സനുക്കുട്ടി സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞ് വന്ന് മേലൊക്കെ കഴിച്ചപ്പോൾ തണുക്കണമെന്ന് പറഞ്ഞിട്ട് പുറച്ച് മൂടി ഇരിക്കുന്നതാണ് കേട്ടോ കാണണേ. ഇന്നിതാ വന്നുടനെ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ദോശയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനിത് അധികം എരിവൊന്നും ഇടാണ്ട് വെറുതെ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുക്കണത്. ക്ലാസ് തുടങ്ങിയാൽ പിന്നെ മാവ് പിന്നെ സ്ഥിരമാണല്ലോ. ഒരാഴ്ചയ്ക്ക് അല്ലെങ്കിൽ 4-5 ദിവസത്തേക്കൊക്കെ ഉള്ള അത്യാവശ്യം മാവ് ഞാൻ അരച്ച് വെക്കാറുണ്ട് കേട്ടോ. ഡെയിലി ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി. ഇവിടെ സനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ. അതും നല്ല കരിഞ്ഞ പോലെ ആക്കണം എന്ന് തന്നെ പറയാം. അങ്ങനെ മൊരിഞ്ഞിട്ടൊക്കെ നല്ല ക്രിസ്പിനെസ് വേണം കേട്ടോ അവൾക്ക്. ഇങ്ങനത്തെ ഇത് സാധാ ദോശ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താ കുറച്ച് നെയ്യ് അതിൽ കൂട്ടി കൊടുക്കുന്നുണ്ട്. ദോശയിൽ ഇങ്ങനെ നെയ്യിട്ടിട്ടാൽ മൊരിഞ്ഞ് കാരണം അതറിയില്ല. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ വല്ലാണ്ട് അവൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ഇങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ സാധാരണയൊക്കെ നമ്മൾ ചോറിൽ അങ്ങനെ എണ്ണയൊക്കെ ഇതാക്കിയിട്ട് കൊടുത്ത് അവൾക്ക് പ്രത്യേകം അറിയാം. അപ്പോൾ ആ ചോറൊന്നും അവൾ വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇതാ രാത്രി കുഞ്ഞാറ്റിയും സനക്കുട്ടിയും കൂടിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. രാവിലെ അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് 2 പുറം മുടി കെട്ടി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തല നനപ്പിക്കാറില്ല. അപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ വന്നിട്ടാണ് കേട്ടോ തല ഇങ്ങനെ തലഞ്ച് കുളിപ്പിക്കാറില്ല. അത്യാവശ്യം നല്ല പോലെ എണ്ണ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മുടി തന്നെ കെടുക്കുന്നത് കാണാല്ലേ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുറേ എന്താ പറയുക ജാക്കറ്റ് തുണികളൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അടിക്കണം. പക്ഷെ അടിക്കാനാണെന്ന് അറിയൂല. എന്താ പറയുക, ജസ്റ്റ് 1 മാസമൊക്കെ വെറുതെ ഒരു തട്ടിക്കൂട്ടി തുന്നലിനെ പോയി എന്നല്ലാണ്ട് ഇതുവരെയായിട്ടും കാര്യമായിട്ടൊന്നും അടിക്കാറില്ല കേട്ടോ. എത്രയോ വർഷം മുന്നേ 3-4 വർഷം മുന്നേ പോയതാണ്. നമ്മുടെ മാക്സിയോ അങ്ങനെ ഷിമ്മിയോ കീറിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിക്കുന്നല്ലാണ്ട് സാധാരണ നല്ലൊരു ഫ്രോക്കോ ചുരിദാറോ ഒന്നും ഞാൻ ഇതുവരെ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് വെറുതെ തയ്ച്ച് നോക്കാം. ഒന്നല്ലെങ്കിൽ കുഞ്ഞാറ്റിക്ക് അല്ലെങ്കിൽ സനുവിന്. എനിക്കിങ്ങനെ മെഷർമെൻറ്റ് വെച്ചിട്ടൊന്നും കറക്റ്റായിട്ടൊന്നും എടുക്കാൻ അറിയില്ല. ഞാൻ അവളുടെ ഷിമ്മിയുടെ അളവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, അടിച്ച ചെറുതായി കഴിഞ്ഞ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല കറക്റ്റാണെന്ന് വെച്ചാൽ സനുവിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷിമ്മി വെച്ചിട്ടാണ് അളവ് എടുക്കണത്. ഈ തുണിയാണ് കേട്ടോ ഞാൻ മുകൾ പാർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് വല്ല അത്യാവശ്യം പിരിയണ തുണി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാനൊരു സാധാരണ ഒരു മുണ്ടിൻ്റെ കഷ്ണം കീറിയിട്ട് അടിയിൽ ലൈനിങ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ അടിക്കേണ്ടതെന്നൊരു പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു ക്രോസ് പീസൊക്കെ വെച്ച് ക്രോസ് പീസൊന്നും സത്യം പറഞ്ഞാൽ നേരെ ആയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ഒരു ലെവൽ ചെയ്തിട്ട് അവസാനം കഴുത്തൊക്കെ ഒരു ഷേപ്പായിട്ട് വന്നു എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഷിമ്മിയുടെ അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ ഉടുപ്പാണ് വിചാരിക്കുന്നത്. എങ്ങനെ ആയാലും അവൾക്ക് പാകമാണെങ്കിൽ ഇട്ട് കൊടുക്കും. ആദ്യത്തെ ട്രയലല്ലേ. പിന്നെന്താ ഞാനിത് ഇപ്പോൾ ചെയ്യണത് 9:30-ക്കാണ് കേട്ടോ. നമ്മുടെ സനുക്കുട്ടിക്ക് ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. ഈ ഒരു താഴത്തെ പോർഷൻ എനിക്ക് നന്നായിട്ട് നേലടിക്കുന്ന പോലെ തോന്നി, ഈ ഒരു നീല ക്ലോത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് തുണി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാരിയിൽ നിന്ന് മുറിച്ച തന്നെയാണ് കേട്ടോ. പക്ഷെ അത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ട് ഞാൻ 2 സൈഡും കൂട്ടി അടിച്ച കാരണമാണോന്ന് അറിയില്ല, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് അഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവസാനം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റിൽ പറയണേ. ഞാനിപ്പോൾ അത്ര അങ്ങോട്ട് അടിച്ച എക്സ്പേർട്ടൊന്നും ഇല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് അടിക്കുകയല്ലേ. എന്നാലും എനിക്ക് ഇഷ്ടമായിട്ടോ ആ ഒരു എന്താ പറയുക, ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് മുകളിലത്തെ ആ ഒരു കളറും താഴത്തേക്ക് സെറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ എന്താ പറയുക, ആ മുകളിലത്തെ പോർഷൻ വെട്ടുമ്പോൾ മാത്രമേ സനു കണ്ടിട്ടുള്ളൂ. പിന്നെ ഒന്നും അവൾ കണ്ടില്ല കേട്ടോ. നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് അടിച്ചൊന്ന് ലെവലായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി അടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കറക്റ്റ് അളവ് തന്നെയായിരുന്നു. ഏകദേശം കുറച്ച് കൈക്കുഴിയുടെ അവിടെയൊക്കെ കുറച്ച് ലൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കറക്റ്റ് ഒന്നല്ല ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, സ്റ്റിച്ച് അവിടെയും ഇവിടെയും കറക്റ്റായിട്ട് പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഏകദേശം സെറ്റായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നോ ഒന്ന് കമൻറ്റിൽ പറയണേ. നന്നായിട്ടുണ്ടോയെന്നോ അല്ല ഇപ്പോൾ മോശമായിന്ന് എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയണേ. ഇതുപോലെ തന്നെ ഇനി ഒരുപാട് ക്ലോത്തുകൾ നന്നായിട്ട് അടിക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ട്രൈ ചെയ്തിട്ട് നന്നായിട്ട് ഇനി സനിക്കുട്ടിക്കൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.